എവിടേക്കാണ് ഈ പറക്കണേ? ആ നല്ല പോയിക്കളെ. ചെയ്തു അങ്ങോട്ട് വാങ്ങി, വിഷയല്ലല്ലോ. എന്താ ബത്തക്കൊക്കെ പൊളിച്ച് നേരെ നീ കയറ്റിയാ? നോമ്പ് സ്പെഷ്യൽ ബത്തക്ക സ്കൂട്ടിൻ്റെ ബാക്കിൽ അതേമാതിരി മുറിച്ചിട്ടാണ് കൊടുന്നു കേട്ടോ. ഇതെന്താ എൻ്റെ അഞ്ഞൂറ്റിക്കാടൊക്കെ ഇതിൽ നാരങ്ങ ബത്തക്ക. ബാബാ ഉമ്മച്ചിനെയും വിളിച്ചു വരാനുള്ളതാ. ബാ സാധനം ഇപ്പം റിവീൽ ആയിട്ടോ. വൻ റിവീലിംഗ് ഉണ്ട്, ഹെവി റിവീൽ. എന്താ സംസുഖാക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ എക്സ് എന്നിട്ടാണ്. അവിടെ എക്സും ഇവിടെ എക്സും. ക്യാമറയിൽ പിടിച്ചാക്കണേ മറ്റേ തട്ടടി തട്ടെടുക്കണോ? ഇവിടുത്തെ ലൈറ്റ് ഇട്ടാ ലൈറ്റ് ഇട്ടാണി. ഓ സൂപ്പർ ബത്തക്ക, കതിരവശേഷമായ മുടിയും സൂപ്പർ താടിയും. ഇന്നൊരു സർപ്രൈസ് ഉണ്ട് മാ. നാരങ്ങല്ല, വേറെ ഹെവി സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്താണ്? ആള് തുണി മാറ്റി, ഞാൻ മാച്ചിങ് ആയിട്ടുള്ളൊരു നിങ്ങളോടോ എടാ സ്കൂളത്തെ കുട്ടികളാരാ അമ്മച്ചിക്ക് തപ്തപനി പാടി കൊടുത്താരടാ? കമന്റ് ഇടിച്ചാ ചായ ചൂടില്ലല്ലോ കുട്ടികള്. ഞാൻ പറഞ്ഞ അതൊക്കെ റംസാന്റെ പാട്ടാണ്. അപ്പൊ ഓല് പറയുന്ന എന്താ അറിയോ, ഞങ്ങളെ പാഠഭാഗം തീർന്നു. അതിലാ പാട്ട് ഉൾപ്പെടുത്തണം. അല്ല, ഓൽക്ക് ഇനി ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കണം. അറബിയില് വേണ്ട, മലയാളത്തില് ചരിത്ര കഥകൾ. ഇപ്പൊ ഞാനേ പഠിച്ചെടുക്കണം. ചരിത്രം ഉറങ്ങുന്ന കഥകൾ, കുറച്ച് ചരിത്രം പഠിച്ചോളൂ. ഇപ്പച്ചിനോട് ചോദിച്ചു പഠിച്ചാൽ മതി. അപ്പൊ നമ്മളെ സുഹൃത്തുക്കളെ, നമ്മൾ ഹെവി റിവീലിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഉമ്മച്ചി ഇപ്പം തിരക്ക് പിടിച്ചാണ്ട് എണ്ണ ആട്ടാൻ പോയി. ഞാൻ കുറേ പറഞ്ഞു നിൽക്കുക, അപ്പം ഇന്ന് തന്നെ പോയി എണ്ണ വാങ്ങണം, എണ്ണ ആട്ടി ഇന്ന് തന്നെ എണ്ണയിൽ ചുട്ട് സമൂസ തിന്നണമെന്ന് ഇപ്പച്ചി പറഞ്ഞു. ഫ്രഷ് ആയിട്ട് വെളിച്ചെണ്ണ തീരാനായതുകൊണ്ട് ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഇപ്പച്ചി എന്ത് ചെയ്തു, ആ സാധനം വാങ്ങാൻ പോയി. അപ്പോൾ വാപ്പ പണിക്ക് പോയിട്ടാണ് ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത്. അതായിരുന്നോ അടിക്ക് പച്ചയാവൂലേ? എന്ത് ഗ്യാരണ്ടി? ഇത് പീടിയ കാരണം എന്താ പറഞ്ഞോ? അജി നോക്കിയിട്ടില്ല ദീക്ക് വാങ്ങിയപ്പോ? കുഞ്ഞിപ്പക്കാക്കുന്റെ വലിയ ചെറുക്കന്റെ പേരെന്തേനി? ജിനുവിനോട് പറഞ്ഞോലെ വത്തക്ക കൊണ്ടുവരാ. കൊറേ മുമ്പാണ് അതില്. പിന്നെ കാക്കു വിളിച്ചു പറഞ്ഞോലോ അവനോട്, നോക്കാ വെട്ടി കൊണ്ടുവരണം കേട്ടോ. ജിനു കൊണ്ടുവന്നപ്പോ ഉണ്ടല്ലോ വെളുത്തക്കണ് വത്തക്ക. അപ്പൊ എന്താ വെച്ചാ ഓൻ ഇവിടെ കത്തില്ലാഞ്ഞിട്ടാ വിചാരിച്ചിട്ട് കാക്കു ചുമന്നത് നോക്കി വാങ്ങണം എന്നാ പറഞ്ഞ. ഈ പൊട്ടം വെട്ടി വാങ്ങി പോന്നൊക്കെ വെട്ടിയപ്പോൾ ഇത് വെളുത്തുന്നിട്ട് ഓൻ മനസ്സിലാക്കിയിട്ടില്ല. അതേമാതിരി ജിനുവിന്റെ മാർക്കറ്റ് അടിച്ചിട്ടാ വ്ളോഗില്. ജിനുവിനോട് പറഞ്ഞ് ഇതിനുള്ളത് ചുമപ്പ് നോക്കാൻ വെട്ടി വാങ്ങണം. ജിനു എന്ത് ചെയ്തു, വെട്ടി വാങ്ങി വെള്ള പത്തക്കാണ് ഓനോട് വെട്ടി വാങ്ങാൻ പറഞ്ഞിട്ടുള്ളൂ. ഉള്ളത് ചുമപ്പ് നോക്കാൻ അവനോട് പറഞ്ഞിട്ടില്ല. ഓൻ വെട്ടി വെള്ള പത്തക്ക് വാങ്ങി പോന്നിട്ടാ. ആഴ്ചമാത്ത ടിപ്സ് പറഞ്ഞു കൊടുത്തോ? ഏത് പുതിയ മനുവിന് പുതിയ ടിപ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കും. പുതിയ ടിപ്സ് ഇന്നലെ വിളിച്ചു, നമ്മൾ സംസാരിച്ചു. നമ്മൾ ഇന്ന് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനുവിന് നമ്മൾ കൊടുക്കും. അപ്പം മനുവിനെ ഒരുക്കി ഇറക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഏപ്രിൽ 6 തീയതി നമ്മളെ കുടുംബക്കാരെ പരിപാടി വരുന്നുണ്ട്. അപ്പം ആഴ്ചമാത്ത അവർകൾ ഇവിടെ എത്തിച്ചേരാനായിരിക്കുന്നു. പിന്നെ എപ്പച്ചി അവർകൾ ഇത് ലേറ്റ് ആയിട്ടാവും ഈ ഒരു ഡെലിവറിക്കാണ്. ആഴ്ചമാത്തനെ വിളിച്ചാൻ പോയിക്കണ്, വെച്ച് പോയിക്കണ്. ഇപ്പം മെഗാ റിവ്യൂൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്യും. അപ്പം മെഗാ റിവ്യൂലും കാര്യങ്ങളും നമുക്ക് കാണാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മൾ വ്ളോഗുകൾ കാണുക, വീഡിയോക്ക് ലൈക്ക് ഇട്ടുകൊണ്ട് വ്ളോഗുകൾ കാണുക. ചുമ്മാത്തിൻ്റെ ടീം ഇപ്പം എത്തൂട്ടാ. എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സർപ്രൈസ് ഉടൻ പുറത്ത് വിടുന്നതാണ്. ആഴ്ചമാതാൻ്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞാലേ കൊടമഞ്ഞിൻ ഓഹോ തഴ്വരയിൽ ഓഹോ കൊടമഞ്ഞിൻ ഓഹോ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഒരു 5 മണിക്ക് നമ്മളവിടെ കോട സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഫുള്ള് കോട
ഇറങ്ങി തുടങ്ങി. അപ്പോൾ കോട ഇറങ്ങിയതിൻ്റെ അടി കൂടെ തട്ടമിട്ട സുന്ദരി പൊട്ട് തൊട്ടല്ല എന്തടി പറഞ്ഞാണ് ആഴ്ചമാത്ത വരുന്നത്. ആഴ്ചമാത്ത മന്ദം ഓരോ വഴികളെയും പുൽത്താരകളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ പച്ചപ്പുല്ലുകളെയും ഉണക്കച്ചെടികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ആഴ്ചമാത്ത മന്ദം നടന്നു വരികയാണ്. നമ്മുടെ കൂടെ ഇവിടെ റിച്ചു അവർകൾ നമ്മുടെ കൂടെയുണ്ട്. റിച്ചു അവർകൾ, എന്താണ് ആദ്യത്തെ നോമ്പ് കഴിയുമ്പോൾ എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ആദ്യത്തെ ദിവസം തന്നെ റിച്ചു 3 നോമ്പാണ് കിട്ടിയത്. അതായത് രാവിലെ ഒന്ന് തുറന്നു, പിന്നെ നോറ്റു, പിന്നെ തുറന്നു, പിന്നെ വൈകുന്നേരം നോറ്റു. 1-ാം ദിവസം 3 നോമ്പ് നോറ്റ ലോകത്തെ ആദ്യത്തെ യുവാവാണ് ഈ നിൽക്കുന്നത്. ഇല്ലട്ടോ, അല്ല. എന്താണ്, ഞാൻ സ്കൂളിൽ പോയി തലവേദന എടുത്തൊരു പണി പറ്റി. ഇന്നാള് ഞാൻ നോമ്പ് മുറിച്ചിട്ടില്ല. ഇന്നാലും മുറിച്ചിട്ടില്ല? ഇല്ല. നമ്മൾ രാവിലെ കഴിച്ച ഭക്ഷണത്തിലാണ് തലവേദനിച്ചപ്പോൾ നിന്നത് അല്ലേ? ബെരി, ഒരു സാധനം, നമ്മൾ പുതിയ സാധനം എടുത്തിക്കണേ. ബെരി ഒരു കിടിലൻ സാധനമാണ് കാണാൻ പോകുന്നത്. വെരി, എന്താണിത്? നോമ്പറ്റി കഴിഞ്ഞോ? നമ്മളിപ്പോ ചാടി നിൽക്കുക നമ്മളെ പോലെ. വെരി ബലൂദം. ഇമ്മച്ചി 5 മിനിറ്റ് ഒരു ഹെവി റിവീൽ ഉണ്ടോന്ന് വരൂ. എല്ലാവരും മുന്നത്തെ ഭാഗത്ത് കൂടെ വരും. മുന്നേ കൂടെ അതിലെ പോരി. മുന്നത്തെ ഭാഗത്തിൽ കൂടെ അതിലെ പോരി കാണിച്ചു തരാം. ഹെവി റിവീൽ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഇന്ന് നമ്മൾ പൂവണിയാൻ പോകുന്നത്. നമ്മൾ ഇത്രയും കാലം നമ്മളെ കളിയാക്കിയവരെയും പുച്ഛിച്ചവരുടെയൊക്കെ മുന്നിലേക്കാണ് നമ്മളത്. ആരും കളിയാക്കിയിട്ട് പുച്ഛിച്ചിട്ടൊന്നുമില്ല, എന്നാലും പറയുമ്പോൾ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ കളിയാക്കിയവരുടെയും പുച്ഛിച്ചവരുടെയും മുന്നിലേക്ക് അവരുടെ നമ്മളൊരു തിരിച്ചടി പോലെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു പുതിയ ഐറ്റം സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഒരു പുതിയ വാഹനം നമ്മുടെ വീട്ടിലേക്ക് കടന്നെത്തുകയാണ്. അപ്പം 2-3 ദിവസം ഇന്നോവ കാണാനില്ലാത്തപ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, എവിടെ നമ്മളെ ഇന്നോവ എവിടെ എന്ന് ചോദിച്ചിരുന്നു. പുറത്തേക്ക് നോക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങോട്ടേക്ക് ആശുമാത്ത ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇത് ചെറിയ മോങ്കാക്കാൻ്റെ വണ്ടി കേട്ടോ. ഇതെനിക്ക് ചെറിയ മോങ്കാക്ക ഇന്നോവ പണിക്കേറ്റിയ ടൈമിൽ തന്നതാണ്. നമുക്ക് തൽക്കാലം അത് ഞാൻ തന്നെ കഴുകി. അതേപോലെ അല്ല, ഇതല്ല, പിന്നെ മറ്റേ വണ്ടി ഈച്ചു കൊണ്ടേ. അപ്പോൾ നമ്മളെ ഹെവി റിവ്യൂൽ, നമ്മൾ ഇത്രയും കാലത്ത് ആവശ്യമ്പോൾ നമ്മളെന്താ പറയുക, നമ്മളെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ വണ്ടി. നമ്മളൊരു പുതിയ വാഹനം നമ്മളെ വീട്ടിലേക്ക് വാങ്ങാണ്. വാഹനം വാങ്ങി. അപ്പം നമ്മൾ വാഹനം ഒന്ന് കണ്ടാലോ? വരികയല്ല. എല്ലാവരും വരി. എല്ലാവരും ഇങ്ങോട്ടേക്ക്. അഫീഫ് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിക്ക്. അപ്പം നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യാൻ പോവാണ്. വണ്ടി നമ്മൾ ഒരുപാട് കാലത്തെ സ്വപ്നമാണ്. ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചെടുത്ത് നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്ത് ലിമിറ്റഡ് എഡിഷൻ സാധനം ആയതുകൊണ്ട് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ എന്നാലും നമ്മൾ സാധനം ഒപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഇറക്കിയിരിക്കുന്ന വണ്ടിയാണ്. കൈയടിക്ക്. എങ്ങനെയുണ്ട്? ഇതെന്താ അറിയോ, കൂറ്റമ്പാറത്തെ ചെറിയ ഓട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ വാങ്ങിയാണ്. 8 ലക്ഷം ഇതിന്റെ ഷോറൂമിന്. ഇത് വിൽക്കണ ഷോറൂമിന് സ്ഥലം അടക്കമുള്ള പ്രൈസ് 8 ലക്ഷം റുപ്യ. അപ്പം ജിംഷ അതിന്റെ ചാവി എന്നാ? അപ്പൊ ഇതിൽ ആദ്യം തന്നെ കയറിയിരിക്കാൻ ആഴ്ചമാത്താനെ ക്ഷണിക്കാണ്. പിന്നെ ഓരോരുത്തർക്ക് ഞാൻ റൈഡ് തരുന്നതാണ്. അജും ബാക്കിൽ കയറി ഇവിടുന്ന് ഒന്ന് എടുത്തോ. ഇതിവിടെ ഓണാക്കാം. കുറച്ച് ഇങ്ങോട്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നുള്ള പോവല്ലേ? സമാവാത്തും ബുറാക്കിലേറി ഏറ്റവും ഷറഫോടെ റസൂലും പാരി സമാവാത്തും ബുറാക്കി വാ കേറി. റൗണ്ട് പോയാലോ ചോത്ത?
ഷറഫോടെ. എങ്ങനെയുണ്ട് നമ്മളെ വണ്ടി? എങ്ങനെയുണ്ട്? കംഫർട്ട് ഉണ്ടോ? വണ്ടി എങ്ങനെയുണ്ട്? ഓടിക്കാൻ എങ്ങനെയുണ്ട്? ആ ഇതുപോലെ ഏറ്റവും ഷറഫോടെ റസൂലും പറി. Hey, new capitals in town. Hey, super അല്ലേ ജോദ? സൂപ്പർ സൂപ്പർ. ഏയ് നീ മച്ചി ഒറ്റക്ക് പോവോ? മോകൊന്നുമില്ല, സ്കൂട്ടി തന്നെ. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട് അച്ഛമ്മത്ത? സൂപ്പർ വണ്ടി. മെച്ചി കിട്ടൂലേ? സ്പീഡ് മാക്സിമം സ്പീഡ് 40 ഒക്കെ പോവും. അല്ല ആദ്യം നിങ്ങൾ ഒറ്റക്ക് പോയിക്കോളി. ഓ പോയിക്കോളി. സൂപ്പറല്ലേ? ഇത് വേണം എനിക്കല്ലേ? അമ്മച്ചി പറഞ്ഞ പണ്ടേ എനിക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ എനിക്ക് വാങ്ങി തരാൻ അമ്മച്ചിക്ക് ആഗ്രഹിച്ചിനല്ലോ. ആ ആഗ്രഹത്തിനാണ് പൈസ അല്ലേ നമ്മളെടുത്തേ. നമുക്കിതിൻ്റെ എക്സോസ് നോട്ട് ഒന്ന് കേൾക്കാം. ഒന്ന് എക്സോസ് നോട്ട് കാണിച്ചു കൊടുത്താ ഫിയ. എക്സോസ് നോട്ട് ഉണ്ടോ? ഇല്ലേ നിങ്ങളിപ്പോ പോയപ്പോ ഗിയർ മാറ്റേണ്ടോ? അല്ലല്ലോ. തിരിച്ചു വാ. പോയോ ബാബാ? ഭക്ഷണം ഉണ്ടായിക്കോളി. ഇതായിരുന്നു എന്ത് ഭക്ഷണം? മെല്ലെ വാ. അതാ കർഷകൻ, പാലക്കാടൻ കർഷകൻ. എടാ മെല്ലെ പോടാ അഫീഫേ, അതിന് ബ്രേക്കില്ല. പാലക്കാടൻ കർഷകനാണ് പോകുന്നത്. തിരിച്ചു വരുന്ന എടുത്തോട്ടോ. 0.5 വെച്ചോ, എന്നാലും കിട്ടുള്ളൂ. ആ പണ്ട് വാങ്ങണം പറഞ്ഞേ. പാലക്കാട്ടിലെ ഒരു കർഷകനാണ് ഈ വരുന്നത്. പാലക്കാട് ഏരിയയിലൊക്കെ ഒരുപാട് കാണുന്ന വണ്ടി കേട്ടോ. ഹബലബല റിച്ചു കയറി, ബാക്കിൽ കയറി. ചവിട്ടി സ്റ്റാർട്ടാക്ക്. ഇരുന്നാ പോവാ. ചവിട്ടി സ്റ്റാർട്ടാക്ക്. ചവിട്ടി സ്റ്റാർട്ടാക്കടാ. പുട്ടി നമ്മളിപ്പോ ചൂടാൻ പോവാ. അവിടുത്തെ റെഡി ആയ ചമത? അവിടുത്തെ അടിയത്തെ നിങ്ങളെ വീട്ടിലത്തെ ഇല്ലേ? നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോവാം നോക്കാൻ നേരത്തെ. ആ പിന്നെന്താ ഭക്ഷണമൊക്കെ എല്ലാവർക്കും അറിയാൻ മതി. എടുക്കടാ. ഇതിങ്ങനെ സ്റ്റാർട്ടാവുള്ളൂ. ഇതിങ്ങനെ സ്റ്റാർട്ടാവുള്ളൂ. ഒന്ന് മുന്നിൽ വെച്ചാ കയറ്റത്തിലായിട്ടാ എണ്ണ. അത് എണ്ണ ഇങ്ങനെയല്ലേ നിൽക്കുക. ഒന്നുകൂടി. ഇത് തല്ലിപ്പൊളി എന്നല്ലേ നമ്മൾ ഇറക്കിയാണേ. 18. ആ ഇതിപ്പോ ഇന്ത്യയിലെ ഏറ്റവും പുതിയ മോഡലാ അത്. അമർത്തേടാ. വിഡായിമന്നേ സ്റ്റിക്കർ ഓടിച്ച് ശീലം തന്നെയല്ലേ. വെച്ചു കയറി.
വേഗം കയറി ഇരുന്നോക്കപ്പം വണ്ടിനെ അറിയിക്കാത്ത രീതിയിൽ. അതിനൊന്നും വിട്ട് ചവിട്ട്. ഞാനുണ്ട്. ആ അങ്ങനെ പോവാ. എന്നാ തമിഴ്നാട്ടുകാർ ഇരിക്കണ പോലെ ചെരുപ്പ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കണം. നോക്ക് ഇങ്ങോട്ട് നോക്ക്. ചെരുപ്പ് കറക്റ്റ് ഇറങ്ങിയപ്പോ ഇവിടെ ഫിറ്റായി. ചെരുപ്പ് ഇതിന്മേൽ ഫിറ്റായിട്ടോ. കേറിയിരിക്കേ. കേറടാ, കേറി കുത്തർക്കടാ. ആ ഞാൻ അവിടെ ചവിട്ട്, മുന്നിൽ ചവിട്ട്. ആ മുന്നിൽ ചവിട്ടിക്കോ. എങ്ങനെയുണ്ട്? മെല്ലട്ടോ. ഉമ്മാന്റെ ചെടി, ഇപ്പാന്റെ ടൈൽസ്. ഞാൻ ബോഡി നമ്മളത് മാത്രാട്ടോ ഫീഫെ. മെല്ലെ ഇവിടെ മെല്ലെ പോവാ ഫീഫെ. അടുക്കളി. അപ്പൊ നമ്മളെ പുതിയ വണ്ടി ഉണ്ടോ എല്ലാവരും? നമ്മളെ വണ്ടി എങ്ങനെയുണ്ട് പറയാ. നമ്മളെ പുതിയ ഡെലിവറി ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇത്രയും കാലത്ത് അധ്വാനാണ് ഈ വണ്ടി ഇങ്ങോട്ട് കൊടുത്താ. ഇങ്ങോട്ട് കൊണ്ടുവരടാ വണ്ടി. ഇങ്ങോട്ട് കൊണ്ടുവരാ, ആൾക്കാർ കാണട്ടെ. യൂട്യൂബിൽ ചോദിക്കൂതേ. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ഒരു വാക്ക് അറൗണ്ട് സെഷൻ കാണിച്ചു തരാം. നമ്മളെ വണ്ടിക്ക് വരുന്നത് കാനഡയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ്സ് ആണ്. പിന്നെ നമ്മളെ കീസ് വരുന്നത് ടൈറ്റാനിയത്തിൽ ഉണ്ടാക്കിയെടുത്ത കീസാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കൺസോൾ വരുന്നത്, ഈ കൺസോളിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണ് അഫിയെ? അത് പറഞ്ഞാൽ നോ നീങ്ങലിംഗ് കൺസെപ്റ്റ് ആണ്. അതായത് പുറത്ത് ടോം ക്രൂസിൻ്റെ ഒക്കെ വെഹിക്കിൾസിന് മാത്രം കണ്ടുവരുന്ന വളരെ സ്മോൾ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് നമുക്ക് സെൻഡ് ചെയ്ത് തരുന്ന തരത്തിലുള്ള കൺസോളാണ്. നമുക്ക് ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ടാനൊന്നുമില്ല. ആകെ ഒരു മീറ്റർ ബോർഡും ഇൻഡിക്കേറ്ററും പിന്നെ ഒരു ചാവി കുത്തണ തിരിക്കണ സാധനം, പിന്നെ ഒരു ഇതുള്ളൂ. ചാവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഫുൾ ഇങ്ങനെ ആക്കിയാൽ ചാവി സ്റ്റാർട്ട് ആവില്ല. ഒരു പൊടിക്ക് ലെഫ്റ്റിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. അതായത് നമ്മൾ പുതിയ കള്ളന്മാർ ഇപ്പോൾ ഈ വണ്ടി എടുക്കാൻ ശ്രമിച്ചാലും അതായത് കള്ളന്മാർ ഇപ്പോൾ എടുക്കാൻ ശ്രമിച്ചാലും കള്ളന്മാർക്ക് എടുക്കാൻ പറ്റാത്തൊരു ടെക്നിക്കാണ്. പെട്ടെന്ന് സ്റ്റാർട്ടാക്കി പോലെ ഇത് സ്റ്റാർട്ട് ആവില്ല. ഇനിയിപ്പോൾ കള്ളന്മാർക്ക് ഇത് അറിയൂലേ? അല്ല, അങ്ങനെ കൊടുത്താൽ സ്റ്റാർട്ട് ആവും കേട്ടോ. അങ്ങനെ കൊടുത്താലും സ്റ്റാർട്ട് ആവും. അപ്പം പിന്നെ നമ്മൾ ഹെവി ഡ്യൂട്ടിയാണ് വണ്ടി. ഒരേ സമയം 5 ആൾക്ക് വരെ പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ 4 ആൾക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. 5 മുന്നിലൊരാൾക്കും ഇരുന്ന് പോകാൻ പറ്റുന്നത്. റിച്ച്, ഈ വണ്ടി കണ്ടിട്ട് ഒരു പാട്ട് വേണം തോന്നുന്നുണ്ടോ? ഇല്ല. അല്ല, ഈ വണ്ടി ഏത് കള്ളന്മാരാണ് കൊണ്ടുപോകില്ല. ഇതൊക്കെ 1/100 ആണ് വണ്ടി. ഇതൊന്നും കിട്ടാല്ല. 2018 മോഡല് കിട്ടാല്ല വണ്ടി. നമുക്ക് കേക്കാണ് കേട്ടോ. നാളെ നമ്മളിത് കേക്കണ ബ്ലോഗ് നമ്മൾ ഇട്ടു കേട്ടോ. ഇൻഷാ അല്ലാ. സൂപ്പർ അല്ലേ? ഞാൻ ഒരു റൗണ്ട് ഓട്ടെ. ഓ അല്ലേ, ആ റാഫി ഇറങ്ങി. ഞാൻ ഒറ്റക്ക് പോട്ടെ. ഒന്ന് 0.5 ഇട്ടളാ. എന്നാ ചി കയറി. എന്നാ എല്ലാവരും കയറിക്കോളി. നൂറ് 110 പെടന്നെ പെടാ. ചുമ വന്നു. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ ഇന്ന് നമ്മൾ അടുക്കളയിൽ അരങ്ങത്തേറാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേരാണ് കണ്ണൂർ പുട്ട് ബോംബ്. അതായത് പുട്ട് പോലത്തെ ബോംബാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടുക്കളയിൽ. എന്താ ഉണ്ടാക്കാൻ പോണത്? പുട്ട് ബോംബ്. ഈ വണ്ടിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഏത് സുഖമില്ലാത്ത വെല്ലിമ്മക്ക് ഓടിച്ചാൻ പറ്റുന്ന വണ്ടിയാണ്. സുഖമില്ലെങ്കിൽ ഓടിച്ചു പോകാൻ പറ്റും. സുഖാണിത്. ഹോസ്പിറ്റലിലേക്ക് വരെ നമുക്ക് ഇതുകൊണ്ട് പോകാൻ പറ്റും. അതായത് നമ്മൾ മരണക്കിടക്കിൽ കടന്നാലും നമ്മളിതിൽ കിടന്നിട്ട് മരണക്കിടക്ക പോലെ ആക്കിയിട്ട് നമുക്കിത് ഓടിക്കാൻ പറ്റും. കൺഫ്യൂഷൻ ആയില്ലേ? ഇജൊന്ന് കൂറനെ വിളിച്ചാ ഒന്ന് വിളിച്ചോരുന്ന. ഒരു വണ്ടി വാങ്ങിക്കണ ലൈക്കായില്ലേ? സ്കൂൾക്ക് +2 ഇതിമ്മ പോയിക്കളാ. ഇന്നത്തെ ഒരു സാധനം വാങ്ങിയിട്ടാ സുഖമായിട്ട് പോയി പോന്നൂടെ. ചില്ലറ എണ്ണയുള്ളൂ, ഒടുക്കത്തെ ലുക്കും. ഹായ് മെല്ലെ അഫീഫേ. ഇങ്ങോട്ട് കൊണ്ടുവരി. ആ കറക്റ്റാ. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. നല്ല സ്മൂത്ത് വണ്ടി.
ആ പുട്ടിട്ട് അത് വരുന്നേ വരിക. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വരും വ്ളോഗുകൾ നമ്മൾ അറിയിക്കുന്നതാണ്. വണ്ടീൻ്റെ പുതുമയാർന്ന വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കണ്ണൂർ പുട്ട് ബോട്ടി ബോംബാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബോട്ടി വെച്ചിട്ടുള്ള ബീഫിൻ്റെ ബോട്ടി വെച്ചിട്ടുള്ള പുട്ടിൽ മിക്സ് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ സാധനം. അതായത് ഹോട്ടലുകളൊക്കെ ഇത് അറിയാൻ പോകണുള്ളൂ. അപ്പോൾ നമ്മൾ വ്ളോഗ് കണ്ടിട്ട് ഇന്നലെ എന്ത് ചെയ്തു, പല ഹോട്ടലുകളിലും ആഫ്രിക്കൻ ഫുഫു ഐറ്റംസിൽ ആഡ് ചെയ്തു. എന്നോട് വിളിച്ചു ആഡ് ചെയ്യാൻ പറ്റുമോ പേറ്റൻറ്റിൻ്റെ അപ്പോൾ ഞാൻ ഒരു കോപ്പി PDF അയച്ചു കൊടുത്തു. പേറ്റൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ചെറിയ എമൗണ്ട് എനിക്ക് അയച്ചു തന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് പോണത്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് പുട്ട് ബോട്ടി ബീഫ് ഉണ്ടാക്കാൻ പോവുകയാണ്. കണ്ടിട്ടില്ലെങ്കിൽ അതിന് ബോംബ് പൊട്ടും ലാസ്റ്റ്. കണ്ട് പഠിച്ചോളി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത്. നമ്മൾ അടുക്കളയിലേക്ക് കാര്യങ്ങൾ അറിയാൻ നീങ്ങാം. അതിൻ്റെ ഇടയിൽ നൂറ വരണമെങ്കിൽ നൂറിനെ നമുക്കൊന്ന് കാണിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വണ്ടി ഫോറസ്ട്രേഷൻ വണ്ടി കാണാൻ ഇപ്പച്ചി എണ്ണ ചക്കിലാട്ടി കഴിഞ്ഞ് വന്ന് നിർത്തിയിട്ടുണ്ട്. ഇപ്പച്ചിയും കോയക്കുട്ടിയാക്കിയും സംസുക്കാക്കി ഇപ്പച്ചിൻ്റെ ഗ്യാങ്ങാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പച്ചിൻ്റെ ഫസ്റ്റ് ലുക്കും റിവ്യൂസ് നമുക്ക് കാണാം. വണ്ടി ഓഫ് ആക്കാഫി സൈഡാക്കി. സംസുക്ക് ഇതെന്താ UDF യോഗം കഴിഞ്ഞ് വരുന്ന സംസുക്ക? UDFൻ്റെ പുതിയ പരിപാടി കഴിഞ്ഞ് രണ്ടാളും സംസുക്കും കോഴിക്കോട്ടേക്ക് എത്തുകയാണ്. ഇതെന്താ ഉപജീവനം വേണ്ടി പടാപാട് വിടുന്ന ഒരു പിതാവിന്റെ രോദനം. മനസ്സിലായില്ല? റമദാൻ മാസത്തിൽ തുറന്നേ ചക്കിലാട്ടിയ എണ്ണ. ഈ എണ്ണന്റെ പ്രത്യേകത എന്താ? ഈ എണ്ണൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തികച്ചും നാച്ചുറലാണ്, കെമിക്കലില്ല. നമ്മളെ വീടിൽ നിന്ന് നനച്ചുണ്ടാക്കുന്ന തേങ്ങ പിന്നെ വെട്ടിയിട്ട് ആട്ടിയിട്ട് പിന്നെ കൊണ്ടുവരികയാണ്. പിന്നെ സമൂസൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇനി എന്താ വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് റീയൂസ് ചെയ്ത എണ്ണകളാണ് രണ്ടാമത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹോട്ടലുകൾക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് അതാണ്. ആളുകൾക്ക് കൂടുതൽ കിഡ്നി പ്രോബ്ലം ഉണ്ടാകുന്നതും മറ്റ് പല രോഗങ്ങളുണ്ടാകുന്നതും ഇതിൻ്റെ കാരണം ഇതാണ്. ഒരിക്കലും ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നത്. ഇതങ്ങനെയല്ല, ഫസ്റ്റ് ഉപയോഗിച്ചാൽ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റിയാണ്. നമ്മളെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നു, എടുക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. നല്ല ടേസ്റ്റി ആയിരിക്കും ഭക്ഷണം, ഫുഡൊക്കെ കഴിക്കാനും മറ്റതൊക്കെ. ഓക്കെ, ഇനി നമ്മളൊരു പുതിയ വാഹനം വാങ്ങിയിട്ടുണ്ട്. പടച്ച തമ്പുരാനെ, ഈ പരീക്കോ? അതായാലും എനിക്ക് പള്ളിക്ക് പോകാൻ പള്ളിക്കൊക്കെ പോകാതെ ഒരു റൗണ്ട് ഓട്ടി നോക്കിപ്പാ. ജിന്നാള് ജിന്ന് പിന്നാലെ കൂടുമ്പോഴേ ഒരു റൗണ്ട് ഓട്ടി നോക്കി. അല്ല, ഏതായാലും ഞാൻ റിട്ടയർഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വണ്ടി വേണം എനിക്ക്. കാരണം ഇനി അങ്ങനെ വിചാരിക്കണ്ട, ഒരു ഐസിങ് കച്ചവടോ എന്തെങ്കിലുമൊക്കെ ഒന്ന്. നമ്മളെ മറ്റേ ആ കാക്ക എന്താ കാട്ടുക അതിന്? കിക്കറാണ്. മേത്തുത്തു എന്തേലും TT അടിച്ചണോ? ആദ്യം TT അടിച്ചണോ? വേണ്ട, ഞാൻ ഒന്നായിട്ട് കുലുക്കണേ. ബ്രേക്ക് ലെഫ്റ്റിലേ. ഇപ്പൊ അവിടെയല്ലേ കാലിച്ചേക്ക. അപ്പൊ പടം നോക്കോക്ക്. ഇപ്പൊ വരൂട്ടാ. ഇപ്പൊ തിരിച്ചെത്തും. ഈ റോഡ് എന്നാക്കി. അപ്പം നമ്മൾ റോഡൊന്ന് ചെറുതായിട്ട് മണ്ണിട്ട് എന്നാക്കിട്ടോ. ഞാനൊരു മലയാളി, ഈ നാടിൻ തേരാളി, അതിരുകളില്ല മധുരുകളില്ല, വണ്ടി തേരാളി. 0.2 ആക്ക് 1 ആക്ക്. ഇപ്പം കുടുംബക്കാർ കണ്ടപ്പാനെ എങ്ങനെയുണ്ട് പച്ചിയെ? സാറല്ലേ വണ്ടി എങ്ങനെയുണ്ട്? സംസൊക്കെ ഓട്ടി നോക്കി ഒരു റൗണ്ട്. അപ്പൊ അടുത്ത ഒരു റൗണ്ട് ക്ലച്ചൊന്നുമില്ല, നേരെ ഓട്ടോ. അതിനെ കുടിച്ചണ്ടേ അല്ലാതെ തന്നെ ഓട്ടാ. ഇതൊക്കെ തുണി ഊരി പാറണ്ട കേട്ടോ.
കഴിക്കാൻ വരുന്നു. അല്ലാ ചാലിന്റെ ഏരിയ പോണേട്ടാ. വാ തിരിച്ചോ അംശമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര മാച്ച് കിട്ടോ. എന്താ അറിയില്ല, ആ കുപ്പായ പാൻറ്റും ഇങ്ങനെ ആയിട്ടാണോ? ചവിട്ടാതപ്പടേ ആ ഭയങ്കര മാച്ചിങ്. സെറ്റായില്ലേ? നമ്മളെ സെലക്ഷൻ എങ്ങനെയുണ്ട്? സെലക്ഷൻ കൊടുത്താണ് നമ്മളെ കുറച്ച് ദിവസത്തിന് കമ്പനിക്കാരതാ. നിലനിർത്തണം എന്തിനാ? അപ്പം പാവപ്പച്ചി നമ്മളെ വീട്ടിലെ ഉപജീവനത്തിന് വേണ്ടി ഇപ്പച്ചിയാണ് എല്ലാം നയിച്ച് ഇതാക്കുന്നത്, റെഡിയാക്കുന്നത്. ഇതൊക്കെ വ്ളോഗ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പച്ചിനെ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുക, ഇപ്പച്ചിൻ്റെ പണികളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പച്ചി പണിക്കോണതൊക്കെ പ്രൊമോട്ട് ചെയ്യലാണ് എൻ്റെ ഒരു പണി. എൻ്റെ പണി എന്താ? എന്നാ പാട് വാണെങ്കിൽ പാണ്ടിനൊക്കെ ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ പാടിക്കോ. അസലമിൻ്റെ സംഗീത പരപ്പൂടി റഫദിനെ ബിയാന്തി സന്തോഷ പുന്തിരി മന്ദം ദിവരന്തരികരി സുരിൽപു കഷിറ ആയേ മദീന സീറത്തിനത് പിറന്നു നേലട്ട് ഫാത്തിമത്ത് ലക്ഷണി മെച്ചമുള്ള ക്ഷണം എത്തിയ റോജ മിക മിക തിക തിക ഹലി രാജ തരുൾ തരുൾ കുശിറ നിബിത്തങ്ങൾ പരമര തരരാ. ഇനി പുട്ട് ബോട്ടി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വണ്ടിയുടെ കറക്കങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ പുട്ട് ബോട്ടി കണ്ണൂർ പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോണത് കണ്ണൂർ പുട്ട് ബീഫ് ബോട്ടി ബോംബാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? കണ്ണൂർ പുട്ട് ബീഫ് ബോണ്ടി പുട്ട്. എന്താ ഉണ്ടാക്കാൻ പോണ? എന്നാലും കണ്ണൂർ പുട്ട് ബീഫ്, കണ്ണൂർ പുട്ട് ബീഫ് ബോട്ട് ബോംബി. അപ്പോൾ ഇതാ നമ്മളെന്താ ചെയ്തിരിക്കുന്ന വെച്ചാൽ പുട്ട് എനിക്ക് ചൂടാതിരി ഇവനെന്താ വെച്ചാൽ ഞാൻ ചൂടാൻ വരുമ്പോത്തിന് എന്നാ ഞാൻ പെട്ടെന്ന് വരാം. ദീ കലറിൻ്റെ ആദ്യം ഇറച്ചിടുക. നമ്മളെന്ത് ചെയ്താ കുറച്ച് ബോട്ടി എടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടി ഇട്ടളി അതിൽ പോയി. എന്നിട്ട് നമ്മൾ പുട്ട് ഇട്ട് കൊടുക്കല്ലേ ചുമത? പുട്ട് ഇങ്ങനെ ഇട്ട് ഇതാ ഇതാ എന്നിട്ട് അയക്ക് എന്ത് ചെയ്യാ? പുട്ട് ഇങ്ങനെ നിറച്ചു കൊടുക്കുക കേട്ടോ. ഇതെന്താ കല്യാണ ബിരിയാണിയോ? അണ്ടിപ്പരിപ്പും ബിരിയാണി പൊട്ടൊക്കെ തീക്കിടാം. അച്ഛമാത്ത ഇത് കവർ വെച്ച് അടച്ചിട്ട് എന്താ അഫീഫ് പച്ച പൈനാപ്പിൾ വാങ്ങി. അപ്പൊ അങ്ങനെ ഇട്ടു ആ അപ്പൊ അങ്ങനെതാ വേഗം കുറച്ച് ബോട്ടിയും പുട്ടും മേലെ ഇട്ടിക്കണ ചുമത്ത നമ്മൾ അടച്ച് പിടിച്ചെടുത്താൽ മതി അല്ലേ? ഇതെന്താ അടയാത്ത ചുമത്ത? ഇതാണ് ബോട്ടിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ബോട്ടി ഇറച്ചി ഇങ്ങനെ ക്ലിങ് എന്ന് പറഞ്ഞിരിക്കും. അപ്പം ഇതിങ്ങനെ മേലേക്ക് വരും കണ്ടോ. ഈ അടപ്പ് കൺസിസ്റ്റന്റ് ആയി നിൽക്കൂല. ക്ലിങ് അതിന് കാത്തിക്കണ ബോസേ. ഞാൻ പോട്ടെ, നിങ്ങൾ പോയിക്കോളാ ചുമത്ത. ഞാൻ ഉണ്ടായിക്കൊണ്ട് ഇത് ഞാൻ ഉണ്ടായിക്കൊണ്ട് ഇതൊറ്റ കുറ്റിയല്ലേ ഇത് ഞാൻ ഉണ്ടാക്കി കൊടുത്തോണ്ട്. ഇത് കുറച്ച് കൊടുത്തയച്ചാലോ അടിക്ക്? ഞാൻ ഉണ്ടാക്കണ ഒന്നും നിങ്ങൾക്ക് വേണ്ടല്ലോ. എന്താ പേടിയാ? പേടിച്ചിട്ടല്ല, ഇതിമ്മൾക്ക് തൊണ്ടേ ആദ്യം കാജ്യമ കൊടുക്കും. അതല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ ഉണ്ടാക്കണ എന്തൊക്കെ വേണ്ടാത്തത് അതതിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലേ? അല്ലേ കുറച്ച് നാളെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വലിയ ഇതില് ഉണ്ടാക്കാം. PVC പൈപ്പിൽ പുട്ടുണ്ടാക്കാം.
നമുക്ക് അടുത്ത് ഇത്തവണ നമുക്ക് വലിയ ദോശ ഇടാം. അലാക്കിന്റെ വലിയ ദോശ അത് ഇതാ തുറന്നു വരുന്നുണ്ടാ ആ സാധനം ഇനി മോൾക്ക് കാറ്റ്. ഇതെവിടെ വെക്കുക ഈ സാധനം? ഇതെല്ലാം കാനുണ്ട്. ആ കുക്കറിന്റെ വിസിലാണ്. വിസിൽ എങ്ങനെ അടിക്കുക? ഇത് ഇവിടെ ഊതി കൊടുത്താൽ വിസിലടിക്കും. ഊതി കൊടുക്കണം. കുക്കർ വേണ്ട. അപ്പം നമ്മളെ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെ ബീഫ് കണ്ണൂർ കൊണ്ടാട്ട പുട്ട് കാണാൻ ഇത് റെഡി ആയിക്കൊണ്ട് നമുക്കൊന്ന് കാണാം. പേര് മാറി, ഞാൻ തന്നെ മറന്നു. എന്താ പേര്? എന്തിന് പേര്? ബീഫ് കണ്ണൂർ കണ്ണൂർ ബീഫ് പുട്ട് ബോംബ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഡി ആയിക്കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളും ഇവിടെ ഒരാളെ ചെറിയ വ്ളോഗ് എടുക്കുന്നുണ്ട്. ക്യാമറമാൻ മാറ്റൊന്നുമില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ട് ഇനി ആരാണ് ക്യാമറമാൻ. എൻ്റെ ക്യാമറമാൻ മാറിയിട്ട് എൻ്റെ വ്ളോഗ് മാറൊന്നുമില്ല. അന്നും ഇന്നും എന്നും ജിമ്മേ, നമ്മുടെ സ്വന്തം ജിമ്മിയാണ് വ്ളോഗ് എടുക്കുന്നത്. ജിമ്മിക്ക് ചെറിയ പനിയൊക്കെ പിടിച്ചിട്ടേ ജിമ്മിയൊക്കെ സൈഡായിക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ 2 കാർ കഴുകിയിട്ടാ. ഏറ്റവും കഴുകിയിട്ട് ഐറൈഡറും ഒരു ലൂറിസ്കാരൻ കഴിഞ്ഞ അസർസ്കാരൻ. എനിക്ക് നോമ്പില്ല, നോമ്പുണ്ടല്ലോ. അപ്പോൾ 2 കാറും ഞാൻ എന്ത് ചെയ്തു, ഉച്ചക്ക് കഴുകിയിട്ടു. അപ്പോൾ എന്താ അറിയില്ല, ഭയങ്കര ഉഷാർ ഈ നോമ്പിന് എനിക്ക് പടച്ചോൻ തരുന്നുണ്ട്. താങ്ക്സ് ടു പടച്ചോൻ ഇത്രയും ഉഷാർ എനിക്ക് തരുന്നതിന്. എനിക്ക് എങ്ങനെ ഇവിടുന്ന് ഇത്രയും ഉഷാർ? നോമ്പില്ലാത്തോണ്ടല്ലേ? നോമ്പില്ലാത്തോണ്ടല്ല. അതൊന്നാമത്. ഞാൻ ആദ്യം ഒരു വട്ടം നോക്കി സുന്നത്ത് നോറ്റു. പിന്നെ ഇപ്പൊ ഒരു നോമ്പ് ഞാൻ നോറ്റു. 2 നോമ്പ് അപ്പം നോറ്റി. 2 നോമ്പ് ഇപ്പോൾ ഓൾറെഡി നോറ്റു. നമ്മൾ ഒറിജിനലി നോറ്റല് വരെ 2ാമത്തെ നോമ്പ് എത്തണല്ലോ. വീട്ടിൽ പോയിട്ട് ഒന്ന് കുറച്ച് ഒന്നും കൂടി തുറക്കണം. നമ്മൾ നോമ്പ് തുറക്കും. ഇപ്പൊ പോവും. ഇപ്പൊ നമ്മളെ കണ്ണൂർ ബൂട്ട് കാളപൂട്ട് തിന്നണ്ടേ? പൂട്ട് അവിടെ ഇരിക്കണ സാധനം നോക്ക്. ഈ ചട്ടിമ നേരെ ആർക്കും റിച്ചുനോ അവൻ പുട്ട് ബോട്ട് തിന്നാൻ നിൽക്കണേ. അപ്പോൾ ഇത് റെഡി ആയിട്ട് കാണട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ പുട്ട് ബോട്ട് കണ്ണൂർ ബോംബ് പുട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇതിൻ്റെ രുചിയും ടേസ്റ്റും. കാരണം ഇത് കംപ്ലീറ്റ്ലി പുറത്തുനിന്നുള്ള റെസിപ്പി അല്ല, ഇതിൻ്റെ മാത്രം റെസിപ്പിയാണ്. ഒരുപാട് പേര് ബീഫ് വെച്ചിട്ട് ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ബോട്ടി വെച്ചിട്ടാണ്. അപ്പോൾ ബോട്ടി വെച്ചിട്ട് മുമ്പ് ഏത് ഹോട്ടലായിട്ടും ട്രൈ ചെയ്യാത്തൊരു ഡിഷാണ് ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഡിഷ് വരും, എങ്ങനെ എത്രത്തോളം മനോഹരമായിട്ടാണ് ഇപ്പോൾ ചിമ്മച്ചക്ക് ഇത് കഴിക്കാൻ പോണത് എന്നുള്ള നിങ്ങൾ തന്നെ അല്ല, അതിവിടെ വേറെ ആരും തിന്നാനൊന്നുമില്ലല്ലോ. അപ്പം ഇവരൊക്കെ എങ്ങനെ കഴിച്ചിട്ട് എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോമ്പ് തുറവി വ്ളോഗിൽ ഉൾപ്പെടുത്താണ്. അപ്പോൾ വിഷ്വൽസും കാര്യങ്ങളും ബാക്കിയുള്ള വിശേഷങ്ങളും നോമ്പ് തുറവി വ്ളോഗിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ അത് വരുന്നുണ്ടാവും. അപ്പോൾ ഇതുവരെയുള്ള വ്ളോഗ് കണ്ടിരുന്ന എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നോമ്പ് തുറവി വ്ളോഗിൽ കാണാം.